ഓം ശ്രീ ആഞ്ജനേയായ നമ. MS-4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. അതായത് വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. 2026 ഫെബ്രുവരി മാസം 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള ഫലമാണ് പ്രതിപാദിക്കുന്നത്. എന്റെ ആസ്ട്രോളജി ചാനൽ MS-4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ജീവിത പ്രശ്നങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വാരഫല വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഫിനാൻഷ്യലി ചെറിയ ഇഷ്യൂസ് നേരിടാനുള്ള സാധ്യത ഈ വരുന്ന വാരം കാണിക്കുന്നതാണ്. സാമ്പത്തികപരമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾക്കുള്ള പാളിച്ചകൾ, ചിലവുകൾ കൂടി നിൽക്കാനുള്ള സാധ്യതകൾ, അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഓവറായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുകയും അത് നിമിത്തമുള്ള ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ വരുന്ന വാരം കാണിക്കുന്നതാണ്. ഔദ്യോഗികപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ശത്രുസ്ഥാനം കൂടി നിൽക്കാനുള്ള സാധ്യത ഈ ഒരു വാരം മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് സംസാരം ആ ഒരു മിതത്വ ഭാവത്തിൽ തന്നെ സംസാരിച്ച് മുൻപോട്ട് പോകുക. അല്ലെങ്കിൽ ശത്രുസ്ഥാനം കൂടി നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. രാഹു മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അർത്ഥകായം മഹാവീര്യം, ചന്ദ്രാദിത്യ വിമർദ്ദനം, സിംഹിക ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം. അതുപോലെ തന്നെ ആദിത്യ മന്ത്രവും ജപിക്കുക. ജപാകുസുമ സങ്കാശം, കാശിപേയം മഹാദിത്യം, തമോരും സർവപാപഗ്നം പ്രണതോസ്മി ദിവാകരം. രാഹുമന്ത്രവും ആദിത്യ മന്ത്രവും ദിവസവും ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ട് അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്ന നല്ലൊരു വാരമാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ദൈവാധീനമുള്ള ഒരു വാരമാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥത ഉടലെടുക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലുള്ള അനാവശ്യമായിട്ടുള്ള വാക്ക് തർക്കം, അങ്ങനെ ഉണ്ടാകുന്ന കലഹങ്ങൾ, ഈ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ മുൻപോട്ട് പോവുക. ഫാമിലി ഓറിയന്റഡ് അങ്ങനെയുള്ള വാക്കുതർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ വരുന്ന വാരം കൂടുതലായിട്ടുള്ള മാനസിക സമ്മർദ്ദം കൂടി നിൽക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വീട് പണിയുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും, അതുപോലെ തന്നെ ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ കാര്യങ്ങൾ, അതുപോലെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് മാത്രം ശ്രദ്ധിക്കുക. ബാക്കി കാര്യങ്ങൾ, ബിസിനസ് പരമായിട്ടുള്ള ബാക്കി കാര്യങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ട് തന്നെയാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. സാമ്പത്തികപരമായിട്ട് സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വാരമാകും വരാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. അതുകൊണ്ട് തന്നെ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമിയെ കൂടി പ്രാർത്ഥിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും, അതുപോലെ വിദേശത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ആരോഗ്യപരമായി വളരെ അനുകൂലമായിട്ടുള്ള തൃപ്തികരമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. പക്ഷെ ഓവറായിട്ടുള്ള ചിന്തകൾ, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നിമിത്തം, ഓവർ തിങ്കിങ് കാരണം, അങ്ങനെയുള്ള ടെൻഷൻസ് കൂടിയുള്ള തലവേദന കാര്യങ്ങൾക്കുള്ള സാധ്യതകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം മേടക്കൂർ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം പകുതി. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു വാരമാണ് വരാൻ പോകുന്നത്. അതായത് ഔദ്യോഗികപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള നല്ല ഒരു വാരം. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള പഠന മികവോടുകൂടി മുൻപോട്ട് നയിക്കാനുള്ള ആ ഒരു ദൈവാധീനം കിട്ടുന്ന നല്ല ഒരു വാരമാകും. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും, അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് മാറി നിൽക്കുന്നതാണ്.
കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു വാരമാകും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരം. അതുപോലെ തന്നെ വീട് പണിയുന്നവർക്കും വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമാകും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കെല്ലാം തന്നെ. ആരോഗ്യപരമായി വളരെ തൃപ്തികരമായിട്ടുള്ള വാരമാണ്. കുടുംബത്ത് വളരെ സമാധാനം നിറഞ്ഞ ഒരു സാഹചര്യമാണ് ഈ വരുന്ന വാരം കാണിക്കുന്നത്. ശത്രുസ്ഥാനം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ബിസിനസ് പുതിയതായിട്ട് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ഹനുമാൻ ചാലിസ ദിവസവും ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ ഭദ്രകാളി ഗായത്രി മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. ഓം രുദ്രസുതായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്ന കാളി പ്രചോദയാൽ. ഭദ്രകാളി ഗായത്രി മന്ത്രം ദിവസവും ജപിക്കുക. വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അടുത്തത് മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകയിരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം. മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ അങ്ങനെയുള്ള വാക്ക് തർക്കം കൂടി നിൽക്കാനുള്ള സാധ്യതകൾ, കുടുംബത്ത് മാതാവിന് ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ, കാര്യങ്ങൾ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ മുൻപോട്ട് പോവുക. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ശത്രുസ്ഥാനം കൂടി നിൽക്കാനുള്ള സാധ്യത മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരുന്ന വാരം കാണിക്കുന്നതാണ്. ഭദ്രകാളി ഗായത്രി മന്ത്രം ജപിക്കുന്നതും അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. കാര്യ തടസ്സം അതിനുള്ള സാധ്യതയാണ് മിഥുനക്കൂർ നക്ഷത്രക്കാർക്ക് വരുന്ന വാരം കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. ഔദ്യോഗികപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. പ്രത്യേകിച്ച് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും വർക്ക് കാര്യങ്ങൾ പെൻഡിങ് ഉള്ള വർക്കുകളൊക്കെ ചെയ്ത് തീർക്കാനുള്ള ആ ഒരു ദൈവാധീനം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതയും ഈ വരുന്ന വാരം മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. രാഹു മന്ത്രം ജപിക്കുന്നതും ആദിത്യ മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. വീട് പണിയുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ധനപരമായിട്ടുള്ള കൂടുതൽ ചിലവ്, പാഴ്ചെലവ് കൂടി നിൽക്കാനുള്ള സാധ്യതയും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും, അതുപോലെ വിദേശത്തേക്ക് പുറത്തു പോകാൻ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രതീക്ഷിച്ച് ഇരിക്കുന്ന കുട്ടികളാണെങ്കിലും വളരെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല ഒരു വാരമാകും. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥാനമാണ് കാണിക്കുന്നത്. പക്ഷെ ഓവറായിട്ടുള്ള ടെൻഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പറഞ്ഞ പോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് നിമിത്തം അങ്ങനെയുള്ള തലയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ, അത് ഓവറായിട്ട് പ്രഷർ, BP കൂടാനുള്ള സാധ്യതകൾ, കാര്യങ്ങളൊക്കെ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും പൊതുവെ കാണിക്കുന്നതാണ്. ബാക്കി കാര്യങ്ങൾ അനുകൂലമാണ്. ഇങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അനുകൂലമാണ്. കുടുംബത്ത് ഉണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകൾക്കുള്ള കാര്യങ്ങൾ മാത്രമാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. പ്രത്യേകം കണ്ടറിഞ്ഞ് തന്നെ സോൾവ് ചെയ്ത് മുൻപോട്ട് പോകാം. അടുത്തത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പുണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കുന്നത് പോലും അങ്ങനെയുള്ള ഫുഡ് റിലേറ്റഡ് അലർജി കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ശത്രുസ്ഥാനം കൂടി നിൽക്കാനുള്ള സാധ്യത, സംസാരം നിമിത്തം ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണിക്കുന്നതാണ്. ധനപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ഭാഗ്യപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥാനമാകും. ആരോഗ്യ ക്ലേശങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണമായിട്ടും അനുഗ്രഹ സ്ഥാനം തന്നെയാണ് കാണിക്കുന്നത്. ജോലിയിൽ ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല ഒരു വാരം. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ട് തന്നെയാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ തന്നെ കർക്കിടകക്കൂർ നക്ഷത്രക്കാർക്ക് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരം. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ പോലും, അതുപോലെ തന്നെ ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ, ബിസിനസ് അങ്ങനെയുള്ള
ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്ന കർക്കിടകക്കൂർ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനമുണ്ട്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും അതുപോലെ വിദേശത്തേക്ക് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും നല്ല ദൈവാധീനമുള്ള നല്ല ഒരു വാരമായിട്ടാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തതായി ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം കാൽഭാഗം. ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത ഈ വരുന്ന വാരം കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലുള്ള അങ്ങനെയുള്ള കലഹം, വാക്കുതർക്കം, ഇതിനുള്ള സാധ്യതകൾ കൂടി നിൽക്കാനുള്ള സാധ്യതകൾ ഈ വരുന്ന വാരം ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നല്ല ദൈവാധീനമുള്ള ഒരു വാരമാണ്. അതുപോലെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. പക്ഷെ കാര്യങ്ങൾ നല്ല രീതിയിൽ ആലോചിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കണം. പണം കടം കൊടുക്കുന്നത് നല്ല രീതിയിൽ നിയന്ത്രിക്കുക. കാരണം ധനപരമായിട്ടുള്ള ഓവറായിട്ടുള്ള ചിലവ്, അതുപോലെ ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സംസാരം കൂടുതൽ ആ ഒരു മിതത്വ ഭാവത്തിൽ പോകേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഫാമിലി മെമ്പേഴ്സിന്റെ ഇടയിലുള്ള അങ്ങനെയുള്ള വാക്ക് തർക്കങ്ങൾക്കുള്ള സാധ്യതകൾ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തതായി കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര പകുതി. കന്നിക്കൂർ നക്ഷത്രക്കാർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സം കൂടി നിൽക്കാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നതാണ്. ഭദ്രകാളി ഗായത്രി മന്ത്രം ജപിക്കുക. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കൂടുതലായിട്ട് ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പറ്റുമെങ്കിൽ ഇടയ്ക്ക് ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ്. നിങ്ങളുടെ സംസാര നിമിത്തവും പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിലുള്ള പാളിച്ചകൾ നിമിത്തവും അങ്ങനെയുള്ള വാക്കുതർക്കങ്ങൾക്കുള്ള സാധ്യതയും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. കുടുംബത്ത് ഇത് നിമിത്തം ചെറിയ തോതിലുള്ള അസ്വസ്ഥത ഉടലെടുക്കാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ഭദ്രകാളി ഗായത്രി മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ ചൊവ്വ മന്ത്രം കൂടി ജപിക്കുക. ധരണി ഗർഭ സംഭൂതം, വിദ്യുത് കാന്തി സമപ്രഭം, കുമാരം ശക്തിഹസ്തം ദം മംഗളം പ്രണമാമ്യഹം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന നല്ല ഒരു വാരമായിട്ടാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഈ ഒരു വാരം അത്ര അനുകൂലമാവില്ല. പക്ഷെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നവർക്കും ഈ ഒരു വാരം വളരെ അനുകൂലമായിരിക്കും. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും. വിദ്യാർത്ഥികൾക്ക് ദൈവാധീനമുള്ള നല്ല രീതിയിലുള്ള ആ ഒരു പഠന മികവോടുകൂടി മുൻപോട്ട് നയിക്കുന്ന ആ ഒരു ദൈവാധീനമുള്ള ഒരു വാരമാകും. പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണേലും ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കാണേലും നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു വാരമാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ആരോഗ്യപരമായി ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. കാൽമുട്ടിന് ഉണ്ടാകുന്ന അസ്വസ്ഥത, അതുപോലെ തന്നെ ഉദര സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങളും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. അപ്പം പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഒരു വാരമായിട്ടാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കുടുംബത്തിന്
ചെറിയ തോതിലുള്ള, പ്രത്യേകിച്ച് മാതാവിന് ചെറിയ അങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങൾക്കുള്ള സാധ്യതകൾ ഈ ഒരു വാരം കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ ക്ലേശങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൺസൾട്ടേഷനും വേണ്ടിയ ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. പക്ഷെ കൂടുതലായിട്ടുള്ള അലച്ചിൽ, ജോലി സംബന്ധമായിട്ടുള്ള കൂടുതൽ അലച്ചിൽ, അങ്ങനെയുള്ള ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യത തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. കുടുംബത്ത് ചെറിയ തോതിലുള്ള ഐശ്വര്യക്കുറവ് ഈ ഒരു വാരം കാണിക്കുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ദിവസവും സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുന്നത്, പ്രത്യേകിച്ച് കുടുംബത്തെ സ്ത്രീകൾ സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുന്നത് വളരെ ഉത്തമമാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വാരമായിട്ടാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന തുലാക്കൂർ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനമുള്ള ഒരു വാരമാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനമുണ്ട്. തടസ്സങ്ങളെല്ലാം മാറി, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും നല്ല രീതിയിലുള്ള സരസ്വതി ദേവി കടാക്ഷം, ഹനുമാൻ സ്വാമി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു വാരമാകും. അതുപോലെ ആരോഗ്യപരമായി തൃപ്തികരമായിട്ടുള്ള ഒരു വാരമാകും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വീട് പണിയുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരം. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും. പ്രപ്പോസൽസ് വന്ന് നല്ല രീതിയിലുള്ള തീരുമാനത്തോടു കൂടി മുൻപോട്ട് നയിക്കുന്ന ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ദൈവാധീനം നിങ്ങൾക്ക് കിട്ടുന്നതാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വീട് പണിയുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ട് തന്നെയാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ക്ഷേത്രത്തില് ഗണപതി ഹോമം വഴിപാട് നടത്തുന്നതും വളരെ ഉത്തമമാണ്. കുടുംബദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പിതൃക്കൾ, മരിച്ചുപോയ പിതൃക്കളെ കൂടി സ്മരിക്കുന്നത് വളരെ ഉത്തമമാണ്. അടുത്തത് വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു വാരമാണ് വരാൻ പോകുന്നത്. ഹനുമാൻ ചാലിസ ദിവസവും ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ അസാധ്യ സാധക മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. നിങ്ങൾ വിചാരിച്ച് എന്തെങ്കിലും പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്ത് തീർക്കാനുള്ള ദൈവാധീനം നിങ്ങൾക്ക് ഹനുമാൻ സ്വാമി വഴി കിട്ടുന്നതാണ്. അസാധ്യ സാധക സ്വാമിൻ അസാധ്യം തവ കിംവദ ശ്രീരാമദൂത കൃപാസിന്ധു മത്കാര്യം സാധയ പ്രഭു. ഇതാണ് അസാധ്യ സാധക മന്ത്രം. അതുപോലെ ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു വാരം. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല വാരമാണ്. വിദ്യാർത്ഥികൾക്കാണേലും നല്ല ദൈവാനുഗ്രഹമുള്ള ഒരു വാരമാണ്. ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാൻ, അതുപോലെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ വാരവും. വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രതീക്ഷിച്ച് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന കുട്ടികൾക്കാണേലും നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും. ആരോഗ്യപരമായി വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു വാരമാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ദിവസവും ഹനുമാൻ ചാലിസ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. അടുത്തത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സം നേരിടാനുള്ള സാധ്യത ഈ വരുന്ന വാരം കാണിക്കുന്നതാണ്. ഭദ്രകാളി ഗായത്രി മന്ത്രം, സുബ്രഹ്മണ്യ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. ചൊവ്വ മന്ത്രം ജപിക്കുന്നതും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരം വളരെ ഉത്തമമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ലൊരു വാരമാകും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ഔദ്യോഗികപരമായി വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് ഒരു വെൽ ഓർഗനൈസ്ഡ് രീതിയിൽ തന്നെ മുൻപോട്ട് നയിക്കാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു ദൈവാധീനം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചൊവ്വാഴ്ച വരെ ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഒരു വാരം തുടക്കത്തിൽ ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമാകും. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ധനുക്കൂർ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കാണെങ്കിലും നല്ല ദൈവാധീനമുള്ള വാരമായിട്ട് തന്നെയാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ആരോഗ്യപരമായി
വളരെ അനുകൂലമായിട്ടുള്ള തൃപ്തികരമായിട്ടുള്ള വാരമാണ്. ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യത ധനുക്കൂർ നക്ഷത്രക്കാർക്കും കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സംസാരം നിമിത്തം ഉള്ള ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുടുംബത്താണെങ്കിലും അതുപോലെ തന്നെ ജോലി സ്ഥലത്താണെങ്കിലും സംസാരം നിമിത്തം കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. സംസാരത്തിൽ ആ ഒരു മിതത്വ ഭാവം അത്യാവശ്യമാണ്. കഴിഞ്ഞ ആഴ്ചയും ഇതേ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ മകരക്കൂർ നക്ഷത്രക്കാര് സംസാരത്തിലുള്ള മിതത്വ ഭാവം തീർച്ചയായിട്ടും പാലിക്കേണ്ടതാണ്. സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ട് തന്നെയാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് സെക്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഒരു വാരം വളരെ നല്ല ഒരു ദൈവാധീനമുള്ള ഒരു വാരമാവും. നിങ്ങൾ പ്രതീക്ഷിച്ച ഓർഡേഴ്സ് കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആ ഒരു ദൈവാധീനം ഉണ്ടാകുന്ന നല്ല ഒരു വാരമായിട്ട് തന്നെയാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പാഴ്ചെലവ് കൂടി നിൽക്കാനുള്ള സാധ്യത മകരക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ആരോഗ്യപരമായി വളരെ തൃപ്തികരമായിട്ടുള്ള വാരമാണ്. ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം അനുകൂലമാണ്. തലവേദന, അങ്ങനെയുള്ള തലയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ, അങ്ങനെയുള്ള ഓവർ ടെൻഷൻസ് കാര്യങ്ങൾ മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരം. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മകരക്കൂർ നക്ഷത്രക്കാർക്ക് ഉചിതമായിട്ടുള്ള ഒരു വാരമാണ്. പ്രത്യേകിച്ച് പുതുതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കാണേലും അതുപോലെ ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നവർക്കാണേലും നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ട് തന്നെയാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ കുംഭമാസത്തില് ആദിത്യനും രവിയും കുംഭമാസത്തിൽ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഗ്രഹണ യോഗം, അതിന്റെ ഇമ്പാക്ട് കൂടുതലായിട്ട് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് തന്നെയാണ് കാണിക്കുന്നത്. കൂടുതലായിട്ട് ഓവറായിട്ടുള്ള ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത, തലയ്ക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥത, ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നം, അതുപോലെ തന്നെ നയന സംബന്ധം, പ്രത്യേകിച്ച് IT മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാതെ അങ്ങനെയുള്ള നയന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വാരം അങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങൾക്കുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ അശ്രദ്ധ നിമിത്തമുള്ള അങ്ങനെയുള്ള ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ജാഗ്രതയോടുകൂടി പോകേണ്ട ഒരു വാരമായിട്ട് തന്നെയാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. ഔദ്യോഗികപരമായി അനുകൂല സ്ഥാനം തന്നെയാണ്. പക്ഷെ ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യത, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുകയും അങ്ങനെ ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യതയും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് പ്ലാനിങ്ങിൽ ഉണ്ടാകുന്ന ചെറിയ കൺഫ്യൂഷൻസ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. നിലവിൽ ബിസിനസ് റൺ ചെയ്ത് കൊണ്ടിരിക്കുന്നവർക്ക് വളരെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. അതുപോലെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്തേക്ക് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും നല്ല ദൈവാധീനമുള്ള ഒരു വാരമാണ്. ശിവപഞ്ചാക്ഷരം ദിവസവും ജപിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ രാഹു മന്ത്രവും ചൊവ്വ മന്ത്രവും ആദിത്യ മന്ത്രവും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ ദിവസവും ജപിക്കുക. പ്രത്യേകിച്ച് കുംഭമാസമെങ്കിലും ഈ 3 മന്ത്രം മസ്റ്റായിട്ടും ജപിക്കേണ്ടത് വളരെ നല്ലതാണ്, ഉത്തമമാണ്. അങ്ങനെയുള്ള തടസ്സങ്ങൾ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും മാറി കിട്ടുന്നതാണ്. വിഘ്നേശ്വര പ്രീതി കൂടി നേടി മുൻപോട്ട് പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാക്കി തന്നെ തീർച്ചയായിട്ടും 100% മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ആരോഗ്യ ക്ലേശങ്ങൾക്കുള്ള സാധ്യത, അത് പ്രത്യേകിച്ച് തൊണ്ടയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥത മുതൽ നയന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ മൂക്കിനുണ്ടാകുന്ന അസ്വസ്ഥതകൾക്കുള്ള അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കാര്യങ്ങളും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക.
വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്രിട്ടാതി, രേവതി നക്ഷത്രം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പാഴ്ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യത ഈ വരുന്ന വാരം കാണിക്കുന്നുണ്ട്. ഔദ്യോഗികപരമായി ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. ജോലി വിചാരിച്ച കാര്യങ്ങൾ ആ ഒരു കറക്റ്റായിട്ട് ചെയ്യാനുള്ള ചെറിയ പോരായ്മകൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉടലെടുക്കാനുള്ള സാധ്യതകൾ മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ ട്രാൻസ്ഫർ റിക്വസ്റ്റ് കാര്യങ്ങൾക്കൊക്കെ കൊടുത്തവർക്ക് ഈ ഒരു വാരം അത്ര അനുകൂലമാവില്ല. പ്രൊമോഷൻ റിക്വസ്റ്റ്, അതുപോലെ ഇൻക്രിമെന്റ് റിക്വസ്റ്റ് കാര്യങ്ങൾക്കൊക്കെ കൊടുത്തവർക്ക് ഈ ഒരു വാരം അത്ര അനുകൂലമായിട്ടുള്ള ഒരു വാരമാകില്ല. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവും. ശത്രുപരമായിട്ടുള്ള തടസ്സം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. വിഷ്ണു സഹസ്രനാമം മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര് തീർച്ചയായിട്ടും ജപിക്കുക. അതുപോലെ തന്നെ ഭദ്രകാളി ദേവിയെയും ഹനുമാൻ സ്വാമിയെയും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ചെറിയ തടസ്സം ഈ ഒരു വാരം കാണിക്കുന്നുണ്ട്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഈ ഒരു വാരം വളരെ അനുകൂലമാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരം ആകും. വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനമുണ്ട്. വിദേശത്തേക്ക്, പുറത്തേക്ക്, അതായത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഒക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. കാര്യങ്ങളെല്ലാം ആ ഒരു ദൈവാധീനത്തിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങളുടെ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാൻ പറ്റിയ നല്ലൊരു വാരമായിട്ട് തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് എക്സ്പാൻഷനും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല ദൈവാധീനം ഉണ്ടാവും. ബാക്കി കാര്യങ്ങളെല്ലാം മീനക്കൂർ നക്ഷത്രക്കാർക്ക് അനുകൂലം തന്നെയാണ്. ഔദ്യോഗികപരമായിട്ടുള്ള ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം അനുകൂലമാണ്. ഇതാണ് 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. എന്റെ ആസ്ട്രോളജി ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷന് കവടി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് ഓപ്ഷൻ ഉള്ളതാണ്. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും അല്ലാതെയുള്ള ജീവിത ക്ലേശങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, അനുഭവിക്കുന്ന ക്ലേശങ്ങൾ എന്താണ്, അതുകൂടി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ പൂജാ പ്രാർത്ഥനയെ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഇതിന് ഫീസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അത് തികച്ചും സൗജന്യപരമാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.